മുഖത്തൊരു ഒരു സന്തോഷമില്ലെങ്കിൽ അത് ഭയങ്കര നെഗറ്റീവാണ് ഫേസ്. എന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജികൾ എന്നാണോ ഈ പറയുന്ന എനർജീസ് കൊണ്ടുപോകുന്നത്, അന്ന് മുതൽ നമ്മുടെ ഫേസ് പതുക്കെ വിരൂപമായി തുടങ്ങും. ആ വ്യക്തിയുടെ ഉള്ളിലെ പോസിറ്റിവിറ്റിയാണ് നമ്മളിലോട്ട് ആദ്യം കണക്ട് ആവുന്നത്. അത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ പോലും വേണ്ട. ചെയ്തു വെച്ച ആൾക്ക് തിരിച്ചു കിട്ടണം എന്ന് പ്രാർത്ഥിക്കുന്നവർക്കൊക്കെ നിങ്ങളുടെ എനർജി അവിടെ നഷ്ടപ്പെട്ടു പോവാം. നിങ്ങൾക്ക് ഈശ്വരനിൽ നിന്ന് കിട്ടുന്ന ബ്ലെസ്സിങ് ആണ് അവിടെ കട്ടായി പോകുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ സ്പിരിച്വൽ റിവെഞ്ച് നിങ്ങൾ ഒരിക്കലും എടുക്കാതിരിക്കുക. എല്ലാവരോടും വളരെ ഭംഗിയായിട്ട് സംസാരിക്കും, ആരും വേദനിപ്പിക്കില്ല, ഉമ്മയോടും ഉപ്പയോടും എല്ലാവരോടും സംസാരിക്കും. എന്ത് പറ്റി? ആ വീട്ടിലുള്ള മറ്റു പെണ്ണുങ്ങൾക്ക് അസൂയാണ്. ഈ ദുർമന്ത്രവാദത്തിലൂടെ നമ്മളെ സൗന്ദര്യം നശിക്കുമോ? കാരണം പലപ്പോഴും ഞാൻ കേട്ടിട്ടുണ്ട്, ദുർമന്ത്രവാദം ചെയ്തതിൻ്റെ ഫലമായിട്ടാണ് അവർക്ക് അങ്ങനെയുള്ള രോഗങ്ങൾ വരുന്നത്, അല്ലെങ്കിൽ അവരെ വിരൂപിയായി പോയതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ദുർമന്ത്രവാദമാണ്. അങ്ങനെ യഥാർത്ഥത്തിൽ നടക്കുമോ? എത്ര പേര് വിശ്വസിക്കും രാഹുൽ? ഇതിങ്ങനെ പറയുന്നു, ആൾക്കാർ വിശ്വസിക്കില്ല. അനുഭവമുള്ള മനുഷ്യനെ അവൻ്റെ മുന്നിൽ കൊണ്ട് നിർത്തി കൊടുക്കുമ്പോഴേ അത് വിശ്വസിക്കുള്ളൂ. എന്ന കാര്യം പറയുമ്പോൾ, എന്തുകൊണ്ടാണ് ഒരു ദുർമന്ത്രവാദമോ കൈവിഷമോ ഇത്തരം ആഭിചാര ക്രിയകളോ ചെയ്തു കഴിഞ്ഞാൽ ആ ചെയ്യുന്ന വ്യക്തിയുടെ സൗന്ദര്യം നഷ്ടപ്പെടുന്നത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, വളരെ സിമ്പിളാണ്. വരുന്നത് നെഗറ്റീവ് എനർജീസാണ്. നെഗറ്റീവ് എനർജികൾ ആദ്യം നമ്മളെ ഒരു നെഗറ്റീവ് എനർജി നമ്മളെ ബാധിക്കുന്നത് നമ്മുടെ എനർജീനെയാണ്, നമ്മുടെ ഓറേനെയാണ്. ആദ്യം നമ്മുടെ ഓറേനേക്ക് വന്ന് അറ്റാക്ക് ചെയ്യുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇതുവരെ പ്രാർത്ഥിച്ചതും നമ്മൾ ഇതുവരെ ചെയ്ത സൽക്കർമ്മങ്ങളും നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങളും എല്ലാ എനർജി നമുക്ക്, ആ പോസിറ്റീവ് എനർജി നമുക്കുണ്ട്. ഈ എനർജിനെ ആദ്യം ഇല്ലാണ്ടാക്കി കളയും. ഈ എനർജിയാണ് നമ്മുടെ ഐശ്വര്യം എന്ന് പറയുന്നത്. ഫേസിൻ്റെ ഷേപ്പ് ഒന്നുമല്ല. എത്ര ഫേസിന് ഷേപ്പ് ഉള്ളതും എത്ര വെളുത്തിരുന്നാലും മുഖത്തൊരു ഒരു സന്തോഷമില്ലെങ്കിൽ അത് ഭയങ്കര നെഗറ്റീവാണ് ഫേസ്. എന്ന് ആലോചിച്ച് നോക്ക്, നമ്മുടെ ഇത്തരത്തിലുള്ള നെഗറ്റീവ് എനർജികൾ എന്നാണോ ഈ പറയുന്ന എനർജീസ് കൊണ്ടുപോകുന്നത്, അന്ന് മുതൽ നമ്മുടെ ഫേസ് പതുക്കെ വിരൂപമായി തുടങ്ങും. എന്ന് പറഞ്ഞാൽ ഉറക്കമില്ലായ്മ, ക്ഷീണിച്ച് മെലിഞ്ഞ് ഫേസെല്ലാം ഒട്ടി, മുടിയെല്ലാം പതുക്കെ കൊഴിഞ്ഞ്, ആരോഗ്യപരമായ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്ത് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലോട്ട് നമ്മൾ എത്തും. ഒരു രൂപമായിട്ട് മാറും. നമുക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ആ വ്യക്തികൾ രാത്രി ഉറക്കമില്ലാതെ പേടിച്ച് ഭയപ്പെട്ടൊരു അവസ്ഥയിലോട്ട് പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രവാദമോ ആഭിചാര ക്രിയകളോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ആ വ്യക്തിയുടെ സൗന്ദര്യത്തെ ആയിരിക്കും ആദ്യം ബാധിക്കുന്നത്. കാരണം സൗന്ദര്യം എന്ന് പറയുന്നൊരു പോസിറ്റിവിറ്റിയാണ്. ഞാൻ രാഹുലിനെ കാണുമ്പോൾ രാഹുലിൻ്റെ ഉള്ളിലെ ചൈതന്യത്തെയാണ് ഞാൻ സെൻസ് ചെയ്യുന്നത്, വേറെ ഒന്നിനുമല്ല. നമ്മളെന്താ വിചാരിക്കുന്നത്? ഒരു തൊലി വെളുപ്പ്, ഭംഗി, കണ്ണുകൾ ഒന്നുമല്ല. ആ വ്യക്തിയുടെ ഉള്ളിലെ പോസിറ്റിവിറ്റിയാണ് നമ്മളിലോട്ട് ആദ്യം കണക്ട് ആവുന്നത്. അത് നമുക്ക് കമ്മ്യൂണിക്കേഷൻ പോലും വേണ്ട. ആ പോസിറ്റിവിറ്റി കണക്ട് ആയി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ വ്യക്തി പോസിറ്റീവ് ആണോ, ഈ വ്യക്തി നെഗറ്റീവ് ആണോ, ഈ വ്യക്തിയുടെ ഉള്ളിലിരിക്കുന്ന എന്താണ്, ഇതൊക്കെ നമുക്ക് പെട്ടെന്ന് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റും. പക്ഷേ ഇത് സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല, അത് വളരെ നോർമലായി ആളുകൾ സെൻസ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അങ്ങനെയാണ് നമുക്കൊരു അടുപ്പം തോന്നുന്നത്. ഒരു വ്യക്തിയെ നമുക്ക് കാണുമ്പോൾ ഓക്കെ, എനിക്ക് ഓക്കെ നല്ലൊരു ആളാണ് നമുക്ക് തോന്നുന്നത് അതുകൊണ്ടാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്ക്, പല പെൺകുട്ടികളും ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം എന്നെ ഒരു പെൺകുട്ടി കാണാൻ വേണ്ടി വന്നു. ആ പെൺകുട്ടി കാണാൻ വേണ്ടി വന്നപ്പോൾ എന്താ സംഭവിച്ചെന്ന് പറഞ്ഞാൽ കണ്ടപ്പോഴേ മനസ്സിലായി അത് സംതിങ് ഒരു പണി കിട്ടിയിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്ക്, വളരെ വിദ്യാഭ്യാസമുള്ള, നന്നായി പഠിക്കുന്ന, സാമ്പത്തികം കുറഞ്ഞ വീടാണ്, നന്നായിട്ട് പഠിക്കുന്ന ഒരു പെൺകുട്ടി. ആ പെൺകുട്ടി ഇപ്പോൾ +2 നല്ല മാർക്ക് ഉണ്ടായിരുന്നു. +2 കയറി കഴിഞ്ഞപ്പോൾ എന്ത് പറ്റുക കഴിഞ്ഞാൽ ഈ പെൺകുട്ടിന് ബുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നില്ല, പഠിക്കാൻ പറ്റുന്നില്ല, പഠിക്കുന്ന കാര്യങ്ങളെല്ലാം മറന്നു പോകുന്നു, രാത്രി എന്തൊക്കെയോ പേടിപ്പിക്കുന്ന സ്വപ്നം കാണുന്നു. നല്ല ഭംഗിയുള്ളൊരു പെൺകുട്ടി. ഇപ്പം വന്നത് കണ്ടപ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. മെലിഞ്ഞ്, മുഖമെല്ലാം ഒട്ടി, കണ്ണുകളെല്ലാം കുഴിഞ്ഞ്, ആകെ ഒരു വിരൂപമായൊരു സ്കിന്നിനെല്ലാം പ്രായമായൊരു അവസ്ഥയിലോട്ട് നമ്മൾ വളരെ പെട്ടെന്ന് കയറി ചെല്ലും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം അമ്മയുടെ സഹോദരി ചെയ്ത കാര്യമാണ്. അമ്മയുടെ സഹോദരിക്കും കുഞ്ഞുങ്ങളുണ്ട്. ഈ പെൺകുട്ടിയോടുള്ള അസൂയയും ഈ പെൺകുട്ടി നന്നായിട്ട് പഠിക്കും എന്നുള്ളത് കൊണ്ട് മാത്രം, കാരണം കമ്പയറിങ് വരും. അതായത് സ്വന്തം മക്കൾ പഠിക്കാത്തത് കഴിവില്ലായ്മയെന്നെല്ലാം മനസ്സിലാക്കണ്ടേ. മറ്റുള്ള മക്കൾ പഠിപ്പിക്കുമ്പോൾ ഈ കുഞ്ഞുങ്ങളുമായിട്ട് കമ്പയർ ചെയ്യുക. ഭർത്താവ് കണ്ടോ ആ പെൺകുട്ടി പഠിക്കുന്നത് കണ്ടോ, നിങ്ങളിങ്ങനെയൊക്കെ നടന്നോ എന്നുള്ള കമ്പയറിങ് കേട്ട് സ്വന്തം അമ്മയുടെ അനിയത്തി ചെയ്ത കാര്യമാണ്. അതായത് ഇത് കലക്കി കൊടുത്തു ഫുഡിൻ്റെ ഒപ്പം, അതിൻ്റെ ഒപ്പം തന്നെ നന്നായിട്ട് പൈസ മുടക്കി ഈ പറയുന്ന പൂജകളും ചെയ്തു. ആ പെൺകുട്ടി ആകെ ഡിപ്രഷനായി പോയില്ലേ. പെൺകുട്ടിക്ക് എന്ത് ചെയ്യണമെന്ന് പറയുമ്പോൾ എക്സാം എഴുതാൻ പറ്റുന്നില്ല. ഇപ്പോൾ എന്ത് ചെയ്യുക, +2 ഫെയിലായി വന്ന് കാണാൻ വേണ്ടി വന്നാൽ. ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളോട് വൈരാഗ്യം തോന്നാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട, നമ്മൾ മര്യാദയ്ക്ക് നടന്നാൽ മാത്രം മതി. ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വന്നൊരു കേസ് എന്താണെന്ന് പറയുമ്പോൾ നമുക്ക് ചിരി വരും കേട്ട് കഴിഞ്ഞാൽ. നന്നായിട്ട് സംസാരിക്കും. അതായത് വേറൊരു വീട്ടിൽ നിന്ന് കെട്ടിക്കൊണ്ടുവന്നൊരു പെൺകുട്ടി, അവർ ഭാര്യയാണ്. ആ പെൺകുട്ടി എല്ലാവരോടും, ആ കുടുംബത്തിലുള്ള എല്ലാവരോടും, മുസ്ലിംസാണ്, എല്ലാവരോടും വളരെ ഭംഗിയായിട്ട് സംസാരിക്കും, ആരെയും വേദനിപ്പിക്കില്ല, ഉമ്മയോടും ഉപ്പയോടും എല്ലാവരോടും സംസാരിക്കും. എന്തു പറ്റി? ആ വീട്ടിലുള്ള മറ്റു പെണ്ണുങ്ങൾക്ക് അസൂയ തോന്നി, മന്ത്രം ചെയ്തു, പൂജയ്ക്ക് കൊടുത്തു. എന്ത് പറ്റി? ഈ പെണ്ണിന് ഇപ്പോൾ ശാരീരികമായിട്ട് ബുദ്ധിമുട്ടുകളാണ്, വയറിന് പ്രശ്നം സ്റ്റാർട്ട് ചെയ്തു. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൈവശം പോലുള്ള സാധനങ്ങൾ നമ്മുടെ വയറ്റിൽ ചെന്ന് കഴിഞ്ഞാൽ അടുത്ത നിമിഷം മുതൽ നമ്മുടെ
വയറിനായിരിക്കും ഇഷ്യൂ സ്റ്റാർട്ടാവുന്നത്. ഈ നമ്മുടെ വയറിനൊരു ഇഷ്യൂ സ്റ്റാർട്ടായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കോൺസെൻട്രേഷൻ മൊത്തം പോകും. നമുക്ക് ഇറിറ്റേഷൻ വരും. നമുക്കൊരാളോട് മര്യാദയ്ക്ക് സംസാരിക്കാൻ പറ്റില്ല, ഒരാളോട് പെരുമാറാൻ പറ്റില്ല. നമ്മളോട് ഒരാളോട് സംസാരിക്കാൻ വന്നാൽ നമുക്ക് ആ വ്യക്തിയോട് ദേഷ്യമായിരിക്കും. നമ്മുടെ ക്യാരക്ടർ മൊത്തം ചേഞ്ച് ആയി പോകും. മനസ്സിലാവുന്നില്ല? ഒന്ന് ആലോചിച്ച് നോക്ക്. വളരെ സന്തോഷത്തോടെയും സ്നേഹത്തോടെയും സംസാരിച്ച് എന്ന് പറഞ്ഞ ഒറ്റ കാരണത്തിൽ ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ നമ്മളോടൊരു ഇഷ്യൂ വരാൻ പ്രത്യേകിച്ച് കാരണമൊന്നും വേണ്ട. നമ്മൾ മര്യാദയ്ക്ക് സംസാരിച്ചാലും നമുക്ക് കിട്ടി പണി കിട്ടും. നമ്മളൊരു ദുഷ്ടനായിട്ട് ഇരുന്നാലും നമുക്ക് കിട്ടി പണി കിട്ടും. മനസ്സിലായോ? പറഞ്ഞു തന്നെ എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അങ്ങനെ വളരെ സൗന്ദര്യപരമായിട്ട് നിങ്ങൾ താഴെ പോകുന്നുണ്ടോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഫീൽ ചെയ്യുന്നുണ്ടോ, നിങ്ങളുടെ ഫേസിന് ഒരു എക്സ്ട്രാ ചേഞ്ചുകൾ വരുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്ത രൂപത്തിലോട്ടാണോ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കിക്കോ, നിങ്ങൾക്കിട്ടൊരു പണി കിട്ടിയിട്ടുണ്ട്. അതാണ് എൻ്റെ അർത്ഥം. ഒന്ന് ആലോചിച്ചത്. ഞാൻ എൻ്റെ കണ്ണാടി ഇപ്പോൾ മുമ്പിൽ കാണുമ്പോൾ ഞാൻ ഓക്കെയാണ്. ഞാൻ ഭയങ്കര നെഗറ്റീവായി എൻ്റെ ഫേസൊക്കെ ആകെ ചേഞ്ച് ആയി കഴിഞ്ഞാൽ ഞാൻ കണ്ണാടി കണ്ടു കഴിഞ്ഞാൽ എനിക്കെന്നെ ഇഷ്ടപ്പെടില്ല. ശരിക്കും അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ടു. നമ്മുടെ കോൺഫിഡൻസ് നഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? നമ്മളൊരാളോട് സംസാരിക്കില്ല, നമ്മൾ പുറത്തേക്ക് ഇറങ്ങില്ല, നമ്മളൊരു കാര്യം ചെയ്യില്ല, നമ്മളൊരു ഫോട്ടോ പോലും സ്റ്റോറി ഇടില്ല. മനസ്സിലാവുന്നുണ്ടോ? എന്ന് വേണ്ട ഒരുപാട് മാനസികമായിട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ സ്റ്റാർട്ടാവും. അപ്പോൾ ഇതെല്ലാം നമുക്ക് എനർജി രൂപത്തിൽ ചെയ്യാൻ പറ്റും. ഒരു എനർജി ഉപയോഗിച്ചിട്ട് മറ്റൊരാളുടെ ഓറേനെ ബാധിക്കാനും മറ്റൊരാളെ കൺട്രോൾ ചെയ്യാനും മറ്റൊരാളെ ഈ പറയുന്ന നെഗറ്റീവായ തോട്ട്സിലോട്ട് കടത്തിവിടാനും ഒരുപാട് സമയമൊന്നും വേണ്ട. നന്നായിട്ട് ഈ പറയുന്ന എനർജി ഉപയോഗിച്ച് ചെയ്യാൻ അറിയാവുന്ന ഒരാൾക്ക് വളരെ സിമ്പിളായിട്ട് ചെയ്യാം. നിങ്ങൾ കറക്റ്റായിട്ടല്ല ഒരാളുടെ അടുത്ത് എത്തിപ്പെടണമെങ്കിൽ അത് ബുദ്ധിമുട്ട് വരും. ശാപം കൊടുത്തു കഴിഞ്ഞാൽ ഈ മുഖത്തിന് രൂപമാറ്റം വരാം. ശാപം കൊടുത്തുകൊണ്ടിരുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനൊരു കഥ കേട്ടിട്ടുണ്ട്. ഈ രൂപത്തിനൊക്കെ തമിഴ്നാട്ടിൽ പോയപ്പം അവിടെ കണ്ട 3 കുരങ്ങൻ്റെ സാദൃശ്യമുള്ള മനുഷ്യരുടെ കഥയുണ്ട്. അതിൽ അവരുടെ അച്ഛനൊരു ഗർഭിണിയായിട്ടുള്ള കുരങ്ങനെ തല്ലിക്കൊന്നു. ആ കുരങ്ങൻ്റെ ശാപമായതുകൊണ്ട് അവർക്കുണ്ടായിട്ടുള്ള 3 മക്കളും കുരങ്ങൻ്റെ രൂപത്തിലാണ് ജനിച്ചിട്ടുള്ളത്. പിന്നീട് ഇതിനു വേണ്ടിയിട്ട് പരിഹാരക്രിയകൾ ചെയ്തതിന് ശേഷം ജനിച്ച പെൺകുട്ടി ഓക്കെ കുഴപ്പമില്ലാത്ത മനുഷ്യ രൂപത്തിലാണ്. ഇപ്പോഴും അവരെ ദൈവമായിട്ട് വിശ്വസിക്കുന്ന കുറേ ആളുകളുണ്ട്. അത് എന്തുകൊണ്ടാണ്? ഈ ശാപം വന്നു കഴിഞ്ഞാലും ഇതേപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും? കുറേയൊക്കെ നമുക്ക് അന്ധവിശ്വാസത്തിന് കിടത്തിക്കൊണ്ട് പെടുത്തേണ്ടി വരും ഈ സാധനങ്ങളൊക്കെ. എങ്കിൽ പോലും ശാപം എന്ന് പറയുന്നത് വളരെ പവർഫുള്ളായ ഒന്നാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ, എങ്ങനെയാണ് നമ്മൾ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ, നീ നന്നായി വാ എന്ന് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റാണ് നീ നശിച്ചു പോ എന്ന് പറയുമ്പോൾ ഞാൻ എന്താണ് ഉപയോഗിക്കുന്നത്? എൻ്റെ കൈയുടെ ആക്ഷനും എൻ്റെ എനർജിയും ഞാൻ ബുഷ് ചെയ്യുക. നശിച്ചു പോട്ടെ, നീ ഗതി പിടിക്കില്ല, നീ ഒരിക്കലും നന്നാവില്ല, നീ എന്തൊക്കെ കാണിച്ചാലും നിൻ്റെ ജീവിതത്തിൽ ഒരു ഗതി നിനക്ക് ഉണ്ടാവില്ല എന്ന് പറയുന്നത് ഞാൻ എൻ്റെ ഉള്ളിലിരിക്കുന്ന മുഴുവൻ എനർജിയും എടുത്ത് ഒരാളിലോട്ട് പുഷ് ചെയ്ത് കൊടുക്കുക. ഇപ്പം എന്ത് സംഭവിക്കും? ഒന്ന്, നിരന്തരം ശപിക്കുന്ന ആളുകൾ അവരെ നശിക്കുള്ളൂ. ഓപ്പോസിറ്റ് നിൽക്കുന്ന ആൾക്ക് ഉണ്ടാവില്ല എന്നല്ല ഞാൻ പറയുന്നത്, ഉറപ്പായിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ ഉള്ളിലിരിക്കുന്ന ഒരു എനർജി, നമ്മുടെ ഉള്ളിലിരിക്കുന്ന പോസിറ്റീവായ ഊർജ്ജം, ഇതാണ് നമ്മൾ ശപിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. നമ്മുടെ ഉള്ളിലിരിക്കുന്ന, നമ്മളിപ്പോൾ പ്രാർത്ഥിച്ചോ സാധന ചെയ്തോ മെഡിറ്റേഷൻ ചെയ്തോ എന്ത് ചെയ്തിട്ടാണെങ്കിലും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന നമ്മുടെ ഊർജ്ജത്തെ നമ്മൾ അനാവശ്യമായി ഒരാൾക്ക് കൊടുക്കാൻ പാടില്ല. അത് ബ്ലെസ്സിങ് ആയിട്ട് കൊടുക്കാൻ പാടില്ല, അത് ശാപമായിട്ട് കൊടുക്കാൻ പാടില്ല. ശപിക്കുന്ന ആരെ വേണമെങ്കിലും എടുത്ത് നോക്കിക്കോ, അവർ ജീവിതത്തിൽ രക്ഷപ്പെട്ടിട്ടുണ്ടാവില്ല. കാരണം അറിയാമോ, അവരുടെ എനർജീസ് മുഴുവൻ അവരിങ്ങനെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ എനർജീസിനെ എന്നാണോ ഇങ്ങനെ നമ്മൾ ഉണ്ടാക്കുന്ന എനർജീസ്, ഓക്കെ ഒരാൾ നമ്മളെ വേദനിപ്പിച്ചു, ഓക്കെ പോട്ടെ, അല്ലെങ്കിൽ ഒരാൾ നമ്മളെ സങ്കടപ്പെടുത്തി, നമുക്ക് കുഴപ്പമൊന്നുമില്ല. കാരണം എന്താ, നമ്മൾ അവിടെ ആ എനർജീനെ കളയാൻ നമ്മൾ തയ്യാറല്ല. നമ്മൾ ആ എനർജീനെ തിരിച്ച് നമ്മുടെ ലൈഫിലോട്ട്, നമ്മുടെ വളർച്ചയ്ക്ക്, നമ്മുടെ പ്രൊഫഷണലായ കരിയറിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്താൽ നമുക്ക് ബെറ്ററായിട്ട് പോകാൻ പറ്റും. തിരിച്ച് മനുഷ്യൻ അങ്ങനെയില്ല, നമുക്കിവിടെ റിവെഞ്ച് വരാം. സ്പിരിച്വൽ റിവെഞ്ച് എന്ന് പറഞ്ഞ ഒന്നുണ്ട്. സ്പിരിച്വാലിറ്റിയിൽ റിവെഞ്ച് ചെയ്യുന്ന മനുഷ്യരായിരിക്കും രാഹുൽ ഏറ്റവും കൂടുതൽ അമ്പലങ്ങളിൽ കാണാൻ പറ്റുന്നത്. ശ്രദ്ധിച്ചു നോക്കിയോ, എനിക്കിട്ട് അവൻ കൈവശം തന്നു, ഭഗവതി ദൈവമേ അവനിട്ട് പണി കൊടുക്കണേ, അല്ലെങ്കിൽ അവൻ എനിക്ക് തന്നതാണ് തിരിച്ചു കൊടുക്കണേ എന്നായിരിക്കും പ്രാർത്ഥന. റിവെഞ്ചാ. ദൈവത്തിൻ്റെ അടുത്ത് പോയി ദൈവത്തിനോട് റിവെഞ്ച് ചെയ്യാൻ പറയാം. ദൈവത്തിന് എന്താ മനുഷ്യർ കണക്കൂട്ടുന്നത്? ആലോചിക്കുക. ഏത് പക്ഷേ ഒരു പൂജ ചെയ്യണം, എന്തിനാ? റിവെഞ്ചിനാ. ഒരു ശത്രു സംഹാരം ചെയ്യണം, റിവെഞ്ചിനാ. മനസ്സിലാവുന്നുണ്ടോ? ഇനി പ്രാർത്ഥിക്കുന്നു, അല്ലെങ്കിൽ തേങ്ങ ഉടയ്ക്കുന്നു, റിവെഞ്ചിനാ. ശത്രുവിൻ്റെ നാശം കാണാൻ വേണ്ടിയിട്ടാണ്. മനസ്സിലാവുന്നുണ്ടോ? അങ്ങനെയൊന്നല്ല ഇത്. അങ്ങനെ നിങ്ങളെങ്ങനെ റിവെഞ്ചിന് വേണ്ടി അമ്പലങ്ങളിലോ പള്ളികളിലോ പോകരുത്. മനസ്സിലായി? അവിടെ ഇതെന്താ വല്ല ഗുണ്ടാസങ്കേതമാണോ അമ്പലങ്ങളൊക്കെ? അല്ല. നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിട്ട് ഒരാൾ ചെയ്തു, ഓക്കെ ശരി ചെയ്തു, നമുക്കതിൻ്റെ ബുദ്ധിമുട്ടുണ്ട്, നമുക്ക് പൂജകൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യണേ ഭഗവാനെ വിളിക്കാവൂ. നമ്മളെ നീ സംരക്ഷിക്കണേ, ഉറപ്പായിട്ട് നമ്മളെ സംരക്ഷിച്ചിരിക്കും. നമ്മൾ തെറ്റുകളൊന്നും ചെയ്തിട്ടില്ലെങ്കിൽ,
നമ്മൾ തെറ്റുകൾ ചെയ്തിട്ടാണ് ഈ വക പരിപാടി കാണിക്കണമെങ്കിൽ ഒരു രക്ഷയില്ല, നമ്മൾ അനുഭവിച്ചേ പറ്റൂ. അപ്പോൾ നമ്മളെ സംരക്ഷിക്കണേ ഈശ്വരൻ എന്ന് മാത്രം പറഞ്ഞാൽ മതി. അല്ലാതെ അമ്പലങ്ങളിൽ പോയി നിന്നിട്ട് നിങ്ങൾ റിവെഞ്ച് എടുക്കാനല്ല വേണ്ടേ. അതുകൊണ്ട് ഈ സ്പിരിച്വൽ ഇപ്പം എൻ്റെ അടുത്ത് എത്ര പേര് വേണമെന്ന് അറിയാമോ, കേൾക്കുമ്പോഴേ നമുക്കറിയാം റിവെഞ്ചിന് വേണ്ടി വരാമെന്ന് ഞാൻ പറയും, മുഖത്ത് നോക്കി പറയും പറ്റൂല എന്ന് പറയും. മനസ്സിലായോ? കാരണം നമ്മൾ ഒരാളുടെ റിവെഞ്ചിന് വേണ്ടി നിന്ന് കൊടുക്കേണ്ട ഒരു ആവശ്യം നമുക്കില്ല. റിവെഞ്ച് വരുന്നുണ്ടോ അല്ലെങ്കിൽ അങ്ങനെ ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ, നിങ്ങൾ ഈശ്വരനെ വിളിച്ചോളൂ, അല്ലെങ്കിൽ അവിടെ നിങ്ങൾ പോയി പ്രാർത്ഥിക്കുമോ, അല്ലെങ്കിൽ അവിടെ പോയിട്ട് നിങ്ങളൊരു പൂജയോ അല്ലെങ്കിൽ ഈ പറയുന്ന എന്തെങ്കിലും ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്യൂ, നിങ്ങൾക്ക് ഫലം കാണും. അവിടെ പോയിട്ട് നിങ്ങൾ അത് മറ്റൊരാളുടെ നാശത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ എന്നെ ചെയ്തു വെച്ച ആൾക്ക് തിരിച്ചു കിട്ടണം എന്ന് പ്രാർത്ഥിക്കുന്നവർത്തൊക്കെ നിങ്ങളുടെ എനർജി അവിടെ നഷ്ടപ്പെട്ടു പോവുക. നിങ്ങൾക്ക് ഈശ്വരനിൽ നിന്ന് കിട്ടേണ്ട ബ്ലെസ്സിങ്ങാണ് അവിടെ കട്ടായി പോകുന്നത്. മനസ്സിലായോ? അപ്പോൾ ഈ സ്പിരിച്വൽ റിവെഞ്ച് നിങ്ങൾ ഒരിക്കലും എടുക്കാതിരിക്കുക.